എവിടെ എന്ത് പ്രശ്നം വീടുകളിലുണ്ടെങ്കിലും തുടർച്ചയായിട്ട് ഒരാൾ 15 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക. മുരളിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 73 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടേ നമുക്ക് ഈ എപ്പിസോഡ് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ചു എന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 91 മുതൽ 2011 വരെ 20 വർഷം ഒരു മണ്ഡലത്തിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒറ്റ സ്ഥലത്ത് തന്നെ നിന്ന് ജയിച്ച് വളരെ അപൂർവമാണ്. വലിയ നേതാക്കളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ആലപ്പുഴയിലെ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ അത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു മാർക്സിസ്റ്റ് മണ്ഡലവും കൂടെ ആണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ ഒരു മഹിമ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് തുടരാം. ആലപ്പുഴ ജില്ലയിലെ തെക്കേ അതിർത്തിയിലെ നിയമസഭാ മണ്ഡലമായ മാവേലിക്കരയിലാണ് ഇന്ന് APC മലയാളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യാത്ര എത്തി നിൽക്കുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് മാവേലിക്കര. മാവേലിക്കരയെക്കുറിച്ചിട്ടുള്ള വിശദമായ കണക്കുകൾ 2016-ലെയും 2021-ലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം, 2019-ലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം, ഏറ്റവും ഒടുവിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ലഭിച്ച വോട്ട് വിഹിതം ഒക്കെ ചേർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഊഴം നിങ്ങളുടേതാണ് പ്രവചിക്കാനുള്ളത്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി എത്രയും വേഗം ഏത് മുന്നണിക്കാണ് മാവേലിക്കരയിൽ വിജയസാധ്യതയെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. സർ, മാവേലിക്കര ഒരുപാട് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം മാത്രമല്ല, അതിൻ്റെ പ്രാദേശികമായ കിടപ്പ്, പിന്നെ ആ പ്രദേശത്തിൻ്റെ സവിശേഷമായ പല കാര്യങ്ങളുമുണ്ട്. മഹാലക്ഷ്മി കാവൽ നിൽക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് മാവേലി. അങ്ങനെ പല മഹാബലിക്കര എന്തായാലും ഒരു ലക്ഷ്മി കടാക്ഷമുള്ള ഒരു ദേശമാണ് മാവേലിക്കര. കുറച്ചുകൂടെ ചേർന്ന് കിടക്കുകയാണ് ചെട്ടികുളങ്ങര. കുംഭമാസത്തിലെ ഭരണി വലിയ പ്രസിദ്ധമാണ്. പിന്നെ ഓണാട്ടുകരയാണ് കേട്ടോ. ഓണാട്ടുകര അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ സമ്പന്നത പോലെ തന്നെയാണ് സാംസ്കാരിക സമ്പന്നത. രവിവർമ്മ പിന്നെ മലയാളത്തിനൊരു വ്യാകരണം സമ്മാനിച്ച AR രാജരാജവർമ്മയുടെ നാട്. തൊട്ടടുത്താണ് തോപ്പിൽ ഭാസിയുടെ സ്ഥലം. എന്തിന് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറിയ CM സ്റ്റീഫന്റെ നാടും ആണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന വേറൊരു കാര്യമുണ്ട്. യേശുദാസിന്റെ കൂടെ എപ്പോഴും മൃദംഗം വായിക്കുന്ന മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ. പിന്നെ വാർത്തകൾ വായിക്കുന്നത് മാവേലിക്കര രാമചന്ദ്രൻ. ഒക്കെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തതാണ്. അപ്പൊ അവിടെ പിന്നെ ഈ സാംസ്കാരിക കളരി പോലെ തന്നെ ചലച്ചിത്ര നടൻ അധ്യാപകനുമായിരുന്ന നരേന്ദ്രപ്രസാദിന്റെ നാട്. അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പം രാഷ്ട്രീയത്തിന്റെ കണക്കിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് സാർ ഒരു കാര്യം കൂടി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ 1000 വർഷങ്ങളോളം പഴക്കമുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ, ചെട്ടികുളങ്ങര ക്ഷേത്രം, ഇങ്ങനെ പിന്നെ കൃഷി, ഇങ്ങനെ എന്തുകൊണ്ടും പിന്നെ ഓടനാടുന്ന നാട്ടുരാജ്യം, ഡച്ചുകാരുമായിട്ടുള്ള ബന്ധം, ഡച്ചുകാരും പിന്നെ ട്രാവൻകൂറുമായിട്ടുള്ള ബന്ധം, ഇതിന്റെയൊക്കെ ഒരു പിന്നെ ഈ ബുദ്ധ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളും പോലെ തന്നെ ബുദ്ധ കേന്ദ്രമാണ്, വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇനി നമുക്ക് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് അതെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കിയാൽ ഇതൊരു തുല്യ മണ്ഡലമാണെന്ന് പറയാം. ഒരു 5 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടുന്ന് ജയിച്ചിരിക്കുന്നത്. 5 പ്രാവശ്യം CPM ജയിച്ചിട്ടുണ്ട്. അതായത് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജയിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് M. മുരളിയാണ്. M. മുരളി 1991 മുതൽ 2006 വരെ 15 വർഷം തുടർച്ചയായിട്ട് അവിടുന്ന്. അതിനൊരു കാര്യമുണ്ട് വേണു. പിന്നെ എവിടെ എന്ത് പ്രശ്നം വീടുകളിലുണ്ടെങ്കിലും മുരളിയുടെ പിന്നെ മുരളിയുടെ ആ മണ്ഡല ബന്ധം അത് അവഗണിക്കാനാവാത്തതാണ്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഒരാൾ 15 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക, 91 മുതൽ നടന്ന 2006 വരെയുള്ള എല്ലാ ഇലക്ഷനും ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ CPM ആണ്. CPM-ൽ 2 പ്രാവശ്യം R. രാജേഷാണ് ജയിച്ചത്. ഇദ്ദേഹം 2016-ൽ അവിടെ നിന്ന്
74,555 വോട്ടിനാണ് ജയിച്ചത്. 49.81% അദ്ദേഹത്തിന്റെ പെർസെൻറ്റേജ്. 49 അല്ലെ 75.4% അന്നത്തെ പോൾഡ് വോട്ടുണ്ടായിരുന്നു, പോൾ ചെയ്ത ശതമാനം. അതെ. പിന്നെ ബൈജു കലാശാലയാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. അദ്ദേഹം 43,013 വോട്ട്, അതായത് 28.74% അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പിന്നെ PM വേലായുധൻ BJP, അവിടെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞത്. PM വേലായുധൻ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം 30,929 വോട്ട് പിടിച്ചു, അതായത് 20.67%. കോൺഗ്രസിന് 28.74 കിട്ടിയപ്പോൾ ഇവിടെ BJPക്ക് 20.67% കിട്ടി. 2011 R രാജേഷ് തന്നെയാണ് CPM-നെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തിന് അന്ന് കിട്ടിയത് 65,903 അന്നും അദ്ദേഹത്തിന് 49.3% വോട്ട് കിട്ടി, ഏതാണ്ട് പകുതിയോട് അടുപ്പിച്ച്. KK ഷൈജു ആണ് JPSS ജനാധിപത്യ 2011 2021 2021 അരുൺകുമാർ ജയിക്കും. രാജേഷിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അരുൺകുമാറിന് 24,717 വോട്ടിന്റെ ഭൂരിപക്ഷം. അത് 21-ലാണ്. ഞാൻ ഈ പറഞ്ഞത് 2016-ലും 2011-ലും രാജേഷാണ്. രാജേഷിനും നല്ല ഭൂരിപക്ഷമാണ് 2016 ഉണ്ടായത്. 31,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം വന്നു. അതെ, വന്നു അല്ലേ. ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് അരുൺകുമാറാണ്, MS അരുൺകുമാർ. അത് മൊത്തം വോട്ടുകൾ അപ്പോൾ 2 ലക്ഷത്തിൽ ചെല്ലുവാനായിരുന്നു. 2 ലക്ഷത്തിൽ വോട്ടുണ്ട്, കുറച്ച് വർധനമുണ്ട്. അതെ അതെ. അതിൽ 71,743 വോട്ട് MS അരുൺകുമാറിന് നേടി. ഷാജുവിന് കിട്ടിയത് ഇന്റർനാഷണൽ കോൺഗ്രസ് RK ഷാജു കിട്ടിയത് 47,026 വോട്ടാണ്, 31.21%. അവിടെ K സഞ്ജു മത്സരിച്ചു BJPക്ക് വേണ്ടിയിട്ട്. അദ്ദേഹവും 30,955 വോട്ട് പിടിച്ചു. അപ്പോൾ അത് വേലായുധൻ പിടിച്ച അതുപോലെ തന്നെ ഏകദേശം വോട്ട് പിടിക്കുകയുണ്ടായി. BJPക്ക് ഒരു കൺസിസ്റ്റന്റ് വോട്ട് ഉണ്ടെന്നുള്ളതാണ്. 2016-ലും 2021-ലും ആ വോട്ട് ഏകദേശം സാമ്യമായിരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അത് ലോക്സഭയിൽ കൂടെ നമുക്ക് നോക്കിയാൽ, ലോക്സഭയിൽ നോക്കുമ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ തന്നെയാണ് കൊടിക്കുന്നിന്റെ സ്ഥിര മണ്ഡലം. അതിൽ 2019 UDF-ന് 41.6 പിന്നെ വോട്ട് വിഹിതം ശതമാനം. 60,392 വോട്ടുകളാണ് ലഭിച്ചത്. LDF-ന് തൊട്ടടുത്തുണ്ടവർ 40.9 ഒരു ശതമാനം വ്യത്യാസമുള്ളൂ. 59,423. നമ്മുടെ NDA 16%, 16.1 ആണ്, കുറഞ്ഞു. 23,387. ഇത് 19 കണക്കാണ് പറയുന്നത്. ഇനി 24-ലേക്ക് വരുമ്പോൾ UDF 1941 നിന്നും 37 കുറയുകയാണ്. 37 കുറയുന്നു. 49,317 വോട്ടുകളാണ് കുറയുകയാണ് ചെയ്യുന്നത്. LDF 40 നിന്നും 41.7 LDF. നേരത്തെ 1% കുറവുണ്ടായിരുന്നത് ഇവിടെ 1 കയറ്റമാണ് കാണിക്കുന്നത്. ആ മണ്ഡലത്തിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. LDF ആണ്. നേരെ മറിച്ച് 16.1 എന്നുള്ളിടത്ത് നിന്ന് NDA 18.7 ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതായത് 23,387 നിന്ന് 24,844 വർദ്ധിച്ചു. അതായത് അസംബ്ലിയിൽ കിട്ടിയ 31,000 വോട്ട് പാർലമെന്റിൽ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും വലിയ വ്യത്യാസമില്ലാത്ത ഒരു വോട്ട് വിഹിതം അവർക്കുണ്ട്. അതിന്റെ ഒരു ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതിലുള്ള വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള വോട്ട് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇതിപ്പോ അതായത് ആർക്കാണ് സാധ്യത എന്ന് ഒരുപക്ഷെ നമുക്ക് പ്രവചിക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്കെപ്പോഴും പിന്നെ ഈ വോട്ട് കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഒരു വളരെ കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് ഇടത് വലത് ഈ മണ്ഡലമേ അങ്ങനെയാണെന്നേ. 5 തവണ ഇന്റർനാഷണൽ കോൺഗ്രസ് ജയിച്ചു, 5 തവണ CPM ജയിച്ചു,
പിന്നെ അതിനു മുമ്പ് ഒന്ന് രണ്ട് അപ്പോൾ പ്രാവശ്യം ഇപ്പം പ്രതികൂല ഘടകങ്ങൾ ഭരണത്തിന് എതിരായിട്ടുള്ള ഘടകങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തിരിഞ്ഞും സംഭവിക്കാം. പക്ഷേ തിരിച്ച് സംഭവിക്കാം. പക്ഷേ അതിന് സാധ്യത എന്ന് പറയും സാർ, ഈ മണ്ഡലം നമ്മൾ നോക്കിയാൽ അതിനകത്തൊരു പിന്നെ അല്ല, അതിന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുമ്പോൾ ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് 47,401 കിട്ടിയപ്പോൾ LDF-ന് 57,261 വോട്ട് കിട്ടി. അതാണ് സാർ 10,000 വോട്ടിന്റെ വ്യത്യാസമാണ്. 9,860 വോട്ട്. അല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നു 50-58 സ്ഥലങ്ങളിൽ BJP അവിടെ വോട്ട് കൂട്ടി കേട്ടോ. കൂട്ടി. 30,000 വരെ പിടിച്ചിരുന്നവര് 38,447 വോട്ടായി. അപ്പോൾ അതായത് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അൽപ്പൊടി ഭംഗിയായ ഒരു പോരാട്ടം, ഇടത് വലത് പോരാട്ടത്തിലുള്ള സാധനം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് മാവേലിക്കര ആണല്ലോ മണ്ഡലമാണ്. അതില് LDF-ലെ ഘടകകക്ഷിയായ CPI-യുടെ കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ്. 4 സീറ്റാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് തവണ ജയിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ച മണ്ഡലം കൂടി. അല്ല, ഉറപ്പായി അതായത് CPI-ക്കും നല്ല പിന്നെ പുതിയ ചെറുപ്പക്കാരുള്ള അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മണ്ഡലത്തിൽ പറഞ്ഞ കാര്യം തന്നെ അവിടെയും പറയേണ്ടി വരും. CPM-കാർ പ്രവർത്തിക്കാനില്ല, അതുകൊണ്ടാണ് CPI അവിടെ ഒറ്റപ്പെട്ടു പോയത്. അല്ല, പക്ഷെ വീറും വാശിയോട് കൂടി ഇവർ തിരിച്ചു പിടിച്ച ഒരു ചരിത്രമാണ് മണ്ഡലത്തിന്റെ. പാർലമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പിടിക്കുന്ന ഒരു മണ്ഡലമാണ്. CPI ഒരു തവണ പിടിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് വീണ്ടും പിടിക്കും. അങ്ങനെ ഈ കൊടിക്കുന്നിൽ വന്നപ്പോഴാണ് 2 പ്രാവശ്യം ആധിപത്യം സ്ഥാപിച്ചത്. അല്ല, തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പഴയ PSP നായർ വോട്ടുകൾ. അല്ല, ഞാൻ പറഞ്ഞത് പാർലമെന്റിലേക്കാണ്. അസംബ്ലിയിൽ അങ്ങനെയൊന്നുമില്ല. അസംബ്ലിയിൽ ഈ M മുരളി വന്നിട്ട് ഒരു 4 തവണ ഒറ്റയ്ക്ക് പിടിച്ചത് ആണ് ഏറ്റവും. സാർ, അത് പഠിക്കപ്പെടുമ്പോൾ നോക്കിയാൽ ആദ്യം കോൺഗ്രസ് അവിടെ തുടക്കത്തിൽ കോൺഗ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ പഴയ PSP-യുടെ ഒരു പിന്നെ പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതാണ് SSP ISP എന്നൊക്കെ പറയുന്ന ഒരു അതിന്റെ വിഭാഗങ്ങളിൽപ്പെട്ട സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പക്ക അത് NDP ആയിട്ട് വരും. നായർ വോട്ടുകൾക്ക് സ്വാധീനം ഉള്ള മേഖലയാണ് വാസ്തവത്തിൽ. ഒരു തവണ വിജയിക്കുന്നുണ്ടല്ലോ, 77-ല് ഭാസ്കരൻ നായർ വഴി വിജയിക്കുന്നു. അത് കഴിഞ്ഞപ്പോ ഇത് പതിയെ CPM അടുത്ത 3 തവണ പിടിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു 4 തവണ കൊണ്ടുപോയതാണ്. അവിടെ നിന്നാണ് വാസ്തവത്തിൽ CPM വീണ്ടും, അതായത് ഒരു 3-4 വച്ചിട്ട് അത് 3-4 കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനം മറ്റൊരാളെ ശരിക്കും പറഞ്ഞാൽ M മുരളി 20 വർഷത്തോളം കൈവച്ചിരുന്നു. 20 വർഷത്തോളം കൈവച്ചിരുന്നു. 91 കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കൈവിട്ടത് 20 വർഷത്തിൽ കൂടുതൽ 20 വർഷത്തിൽ കൂടുതലും വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നല്ലോ. ഗണേഷ് 25 വർഷമായി. റാന്നിയില് രാജു അബ്രഹാം 25 വർഷം. അത് നമ്മൾ നോക്കിയാണേ സാറേ. ജോർജ് എത്രയോ പേരുണ്ട് അങ്ങനെ ഒരുപാട്. അല്ല, ഞാൻ സാറേ ഒരു കാര്യം നമ്മൾ നോക്കിയില്ല. 2000 M മുരളിയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ ഫലമായിട്ട് ആ ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കറിയാം 10,000-ൽ നിന്നും ഭൂരിപക്ഷം തൊട്ടടുത്ത അടുത്ത വർഷം 2,672 വരുന്നു. അങ്ങനെ ക്രമേണ കുറഞ്ഞു വന്നിട്ടാണ് പിന്നെ രാജേഷ് പിടിക്കുന്നത്. രാജേഷ് ജയിക്കുമ്പോൾ തന്നെ 5,000 ചില വോട്ടുകൾക്കാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ തൊട്ടടുത്ത വർഷം രാജേഷ് ഈ 5,149 എന്നുള്ളതിനെ 30,000-ലധികം വോട്ടുകളായി. അപ്പൊ അത് നോക്കുന്നു. വീണ്ടും അത് പിന്നെ കുറയുന്ന ഒരു വീണ്ടും അരുൺകുമാർ വന്നപ്പോ 24,717 ആയിട്ട് കുറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പിന്നെ റിസൾട്ട് വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് പ്രവചിക്കില്ല. പക്ഷെ ഇപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ച് നോക്കുമ്പോൾ 10,000-ഓളം വോട്ടിന്റെ ലീഡ് LDF-നുണ്ട് അവിടെ. ഇവിടെ കാര്യമായിട്ട് BJP-ക്കോ അല്ലെങ്കിൽ NDA-ക്കോ പറഞ്ഞാൽ 9,860 ഒരു 140 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. BJP അവിടെ അത്ര പ്രതീക്ഷ വെക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് പോകുമായിരിക്കും. BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പം തദ്ദേശ ഭരണത്തിൽ ഏതാണ്ട് അതേപോലെ തന്നെ 38,447 വോട്ട്. നിസ്സാരമല്ല. 38,447 മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ ത്രികോണ മത്സരം വരുമ്പം അതൊരു പ്രധാന ഘടകമാണ്. ഇവർ പിടിക്കുന്ന വോട്ട് മറ്റൊരു പാർട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇതില് പലപ്പോഴും ക്ഷീണം വന്ന് കണ്ടത് BJP-യുടെ വോട്ട് പിന്നെ കോൺഗ്രസിൽ നിന്നാണ് അധികം പോയിരിക്കുന്നത് നമുക്ക് തോന്നും. ഈ ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞു. അതെ സാർ. അപ്പൊ ഇതിനകത്ത് ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്കിപ്പോ നേമത്ത് വട്ടിയൂർക്കാവ് കാണുന്നത് പോലെ ഈ അവിടെ ഉള്ളായിരുന്ന ഈ വോട്ടുകൾ, നായർ വോട്ടുകളും മറ്റും പിന്നെ മെല്ലെ മെല്ലെ ഒഴുകി BJP-യിലേക്ക് പോകുന്ന ഒരു കാഴ്ച പക്ഷെ മാറി ഇതിനെ കാണുന്നില്ല. അത് കാണുന്നില്ല. പക്ഷെ സ്റ്റഡി ഇൻക്രീസും ആണ്. വിഹിതം വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. ഇപ്പൊ 30,000-ൽ കിടന്നിരുന്ന വോട്ട് 38,846 എന്ന് പറയുമ്പം ഏകദേശം 39
9,000 അടുപ്പിച്ച് വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് 4-5 വർഷം കൊണ്ടേ. അതായത് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പിന്നെ സൂചിപ്പിക്കാനുള്ള സാർ, ഇതിനകത്ത് ഈ പിന്നെ ജയിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് എം മുരളി ആകട്ടെ, രാജേഷ് ആകട്ടെ, അതിന് മുമ്പുള്ള ആൾക്കാരാകട്ടെ, വളരെ വ്യക്തമായി സ്വാധീനം ചെലുത്താവുന്ന, മണ്ഡലത്തിൽ ചെലുത്താൻ കഴിവുള്ള നേതാക്കളായിരുന്നു. അല്ല, അതൊരു പ്രധാന ഘടകമാണ്. അതായത് നല്ല കാൻഡിഡേറ്റ് ആയിരിക്കണം, മണ്ഡലവുമായി ബന്ധമുള്ള നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ രക്ഷപ്പെടും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള NDA കാൻഡിഡേറ്റിന്റെ ചില സാമർഥ്യ കുറവൊന്നും അല്ല പറയുന്നത്. അതേപോലെ ഒരു കോമ്പിറ്റൻസി ഉള്ള ഒരാളെ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രനാൽ കൂടിയൊക്കെ കരാറുകളെ വെച്ച് വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ പറയുന്ന 20,000 ചിലവന വോട്ട് എന്നുള്ളത് ഒരു പക്ഷേ 35 ഒക്കെ ആയി മാറിയേനെ. ഇതാണ് ഇതിന്റെ ഒരു പിന്നെ പൊതുചിത്രം. ബാക്കി എന്തെങ്കിലും സാറേ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും? ഇല്ല, മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മാവേലിക്കര ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ത്രികോണത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. കാരണം ഇത്രത്തോളം വോട്ട് അവർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് UDF ഉണ്ടാക്കുന്ന നഷ്ടമായിരിക്കുമല്ലോ. അതെ അതെ, ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ UDF-നാണ് കൂടുതൽ നഷ്ടം വന്നതുപോലെ. അവിടെയും BDJS-ന്റെ സ്ഥാനാർത്ഥിയാണല്ലോ അല്ലേ മാവേലിക്കരയിൽ രണ്ടും നിന്നിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി നിന്നപ്പോൾ നല്ല വോട്ട് പിടിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. 2 പ്രാവശ്യവും അങ്ങനെയാണ്. BDS-ന്റെ അല്ല, BJP-യുടെ സ്ഥാനാർത്ഥി തന്നെയാണ് നിന്നത് 3 പ്രാവശ്യവും. അതായത് 2011-ലായാലും 16-ലായാലും 21-ലായാലും BJP-യുടെ സ്ഥാനാർത്ഥിയാണ് നിന്നത്. BJP-യുടെ സ്ഥാനാർത്ഥിക്ക് നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ വിശദമായ കണക്കുകളും വസ്തുതകളും രാഷ്ട്രീയ സാഹചര്യവും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നിരത്തി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്, പ്രവചിക്കേണ്ടത് നിങ്ങളാണ്. എത്രയും വേഗം കമൻറ്റ് ബോക്സിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് മാവേലിക്കരയിൽ വിജയസാധ്യതയെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.